പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ മാത്രം പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. വിശേഷം നമ്പർ 1. ഇന്ന് ലോക ഫുട്ബോളിൻ്റെ ഇതിഹാസ താരം നമ്മുടെ ലയണൽ മെസ്സിയുടെ 39ാം പിറന്നാളാണ്. അദ്ദേഹം ലോകത്തിലെ ഇതുവരെ ലോകകപ്പിൽ 6 വേൾഡ് കപ്പുകൾ കഴിച്ച് അതിലാകെ 18 ഗോളുകൾ നേടി. ക്ലബ് ഫുട്ബോളിലും പിന്നെ രാജ്യാന്തര മത്സരങ്ങളുമായി 916 പരിശുദ്ധിയോടുകൂടിയാണ് അദ്ദേഹം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുവരെ അദ്ദേഹം 916 ഗോളുകളാണ് നേടിയിരിക്കുന്നത്. വിശേഷം നമ്പർ 2. ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് 1000ാമത്തെ കപ്പൽ ഇന്ന് അടുക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് 2 വർഷമായെങ്കിലും ഇതുവരെ അതിൻ്റെ അപ്രോച്ച് റോഡ്, അവിടേക്കുള്ള അപ്രോച്ച് റോഡും മറ്റു കാര്യങ്ങൾ പോലും ശരിയായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും 2 വർഷം കൊണ്ട് പൂർണ്ണമായും പൂർത്തിയാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വിശേഷം നമ്പർ 3. സ്വർണ്ണവില കുറഞ്ഞു. ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഗ്രാമിന് 13,230 രൂപയാണ്. 1,05,000 സംതിങ് ആണ് ഒരു പവൻ്റെ വില. സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആശ്വസിക്കാം. വിശേഷം നമ്പർ 4. ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് വളരെയധികം താഴ്ന്നിരിക്കുകയാണ്. $72 മാത്രമായി കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുമെന്ന് ആരും വിചാരിക്കേ വേണ്ട. വിശേഷം നമ്പർ 5. ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ AJ റീന ഒരുപാട് കാതലായ മാറ്റങ്ങൾ ആരോഗ്യവകുപ്പിലെ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് കൊണ്ടുവന്ന പ്രതിഭാശാലിയാണ്. തൃശ്ശൂർ DMO ഇരിക്കുമ്പോൾ വേൾഡ് ഫേമസ് കോർപ്പറേറ്റ് ആയ വിൽസ് എന്ന കമ്പനിക്കെതിരെ തൻ്റെ കീഴുദ്യോഗസ്ഥനായ ടെക്നിക്കൽ അസിസ്റ്റന്റിനോട് കേസെടുപ്പിച്ചുകൊണ്ട് കേരളത്തിനാകെ മാതൃക കാണിച്ച ഒരു DMO ആയിരുന്നു ഡോക്ടർ KJ റീന. അവരായിരുന്നു ഇതുവരെ ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ടർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി. പക്ഷേ നിർഭാഗ്യവശാൽ അവർ അവിടെ നിന്ന് മാറ്റപ്പെടുകയും ഇന്ന് കേരളത്തിൻ്റെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഡയറക്ടറായി ഡോക്ടർ AJ റീന ഇന്ന് ചുമതല ഏൽക്കുകയും ചെയ്തു. വിശേഷം നമ്പർ 6 അല്ലേ? 6 അല്ലേ? അതെ, 6. അടുത്ത വിശേഷം എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ടതാണ് ആലപ്പുഴയിലെ എന്താ പറയുക, രക്ഷാപ്രവർത്തനം. അത് നമ്മൾ TV-യിൽ ദൃശ്യങ്ങൾ കണ്ടാണ്. നല്ല അടി കിട്ടിയിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് അത് അടുത്ത ഇലക്ഷനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം MLA ആയി മാറിയിരിക്കുന്നത്. AD തോമസ് ഇന്ന് നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ കന്നി പ്രസംഗം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആരും ആരെയും ചെറുതായി കാണരുത്. ആരും ചെറുതുമല്ല, ആരും വലുതുമല്ല. എല്ലാ ആളുകളും എന്താണ് സംഭവിക്കുക നാളെ എന്ന് ആർക്കൊന്നും പറയാൻ പറ്റില്ല. വിശേഷം നമ്പർ 7. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. കാരണം എന്താ? ചില ആളുകൾ ശ്രീ പത്മനാഭസ്വാമിയുടെ പേരിൽ, ചില ആളുകൾ നാരായണ ഗുരുവിൻ്റെ പേരിൽ, ചില ആളുകൾ തൊട്ടിരുന്ന കാവിലമ്മയുടെ പേരിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നില്ല. മാത്രമല്ല മുനിസിപ്പൽ ആക്ട് 143ൻ്റെ ലംഘനമാണെന്ന് കൂടി കൗൺസിലർമാർ ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും തിരുത്താൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞു. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ അത് അക്ഷരം പ്രതി അനുസരിക്കും എന്ന് പറയുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ബൈ.